കൃഷ്ണകുമാറിന്റെ മകൾ ദിയയെ അതിവിദഗ്ധമായാണ് മൂവർ സംഘം പറ്റിച്ചത്. ദിയ ഗർഭിണിയായ സമയം നോക്കിയായിരുന്നു കൂടുതൽ തട്ടിപ്പ്. 4 വർഷം മുമ്പ് ദിയ തുടങ്ങിയ ഓൺലൈൻ ബിസിനസ് വിജയമായപ്പോഴാണ് ലോൺ എടുത്ത് സ്റ്റോർ തുടങ്ങിയത്. പതുക്കെ അത് വലുതാക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ സ്റ്റോർ ആരംഭിച്ചിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടാകാതിരുന്നതിനാൽ അത് പൂട്ടാനും ദിയ പ്ലാൻ ഇട്ടിരുന്നു. ഇത് അമ്മയോട് പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ദിയ അറിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസി ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത്. അപ്പോൾ എന്നും ഒരു ആഴ്ചയിൽ എന്നും ചോദിക്കുക, ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി, കസ്റ്റമേഴ്സിൻ്റെ മറ്റാണ് മറിച്ചതാണ്. അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി, എന്താ പറയുക, ഈ CCTV വീഡിയോ. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു പോയി, ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി, ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിൽ വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. എൻ്റെ മകൾ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക, അവൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു. ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കും എത്ര കൃത്യമായിട്ട് പോയി. ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ കൂടെ നിന്നവരെ പറ്റി നമ്മൾ എങ്ങനെ സംശയിക്കും? അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം, ഈ കണക്ക് നോക്കണം, എല്ലാം പറഞ്ഞ വരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ പണം പോയി. ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞു ഇല്ല, ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ്, അതനുസരിച്ച് പണം വന്നിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞു കുറച്ച് പൈസ എടുത്തു, കുറച്ച് കഴിയുമ്പോൾ കണക്ക് വലുതായി. ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുക. അതിന് ശേഷമാണ് ഈ ത്രെട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്ക് പോയി.